ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ആനിമേഷൻ പ്രീസെറ്റുകളാണ്. അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻ പ്രീസെറ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ടെക്സ്റ്റിനും നമുക്ക് ഒരുപാട് ആനിമേഷൻ പ്രീസെറ്റുകൾ വരുന്നുണ്ട്. മുന്നേ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ആനിമേഷൻ ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ആനിമേഷൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതൊക്കെ പ്രീസെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാ പ്രീസെറ്റുകളും നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നോ രണ്ടോ എണ്ണോ നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ അതേ രൂപത്തിൽ തന്നെയാണ് ബാക്കി എല്ലാ പ്രീസെറ്റുകളും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അതേ രൂപത്തിൽ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കുക, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ടൈപ്പ് ടൂൾ എടുത്തിട്ട് ആദ്യം നിലവിലൊരു കോമ്പോസിഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒരു കോമ്പോസിഷൻ പുതിയത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ന്യൂ കോമ്പോസിഷൻ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കണം. അപ്പോൾ നമ്മൾ പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി അതിനുശേഷം എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ ഈ ഒരു ടൈപ്പ് ടൂളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടെക്സ്റ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഞാൻ നിലവിൽ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് എന്ന് തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതിനെ ഒന്ന് അലൈൻ ചെയ്യാനായിട്ട് ഞാൻ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുന്നു. അതിന് ജസ്റ്റ് ഒന്ന് സെൻറ്ററിലേക്ക് ഈ രൂപത്തിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, എഫക്ട്സ് നോക്കാം. എഫക്ട്സ് നമ്മൾ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് താഴേക്ക് വന്നാൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ ഉണ്ട്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറയുന്ന ഫോൾഡർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തരത്തിലുള്ള ആനിമേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ബ്ലർസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, 3D ടെക്സ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ 3D ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് 3D ടെക്സ്റ്റ് ആനിമേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഇവിടെ കൊടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു 3D ടെക്സ്റ്റ് ആനിമേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ആനിമേഷനാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പല ആനിമേഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വേറെ ഏതെങ്കിലും, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ആനിമേഷൻ ഇന്നും വരുന്നുണ്ട്, അതുപോലെ ആനിമേഷൻ ഔട്ടും വരുന്നുണ്ട്. ഇതിലിപ്പോൾ ആനിമേഷൻ ഇന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു ആനിമേഷൻ നമുക്ക് കൊടുത്തു നോക്കാം. ഞാനിപ്പം സെൻറ്റർ സ്പൈറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിമേഷൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കറങ്ങി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഈ ഏത് പ്രീസെറ്റ് കൊടുക്കുമ്പോഴും അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, അവിടെ വേണം നമ്മൾ ഈ ഒരു ടൈം ലൈൻ കൊണ്ടുവെക്കാനായിട്ട്. നമ്മൾ എവിടെയാണോ ടൈം ലൈൻ ആ ഒരു ലൈൻ നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ളത് അവിടെ നിന്നായിരിക്കും ഈ ഒരു പ്രീസെറ്റ് സ്റ്റാർട്ട് ആകുന്നുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വെക്കുക. അതുപോലെ തന്നെ നമ്മളിവിടെ കൊടുക്കുന്ന ഏതൊരു പ്രീസെറ്റ് ഉണ്ടെങ്കിലും അതിന് നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കീ ഫ്രെയിമുകൾ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൂടുതൽ നിങ്ങളുടേതായ രീതിയിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൺവേർട്ട് ചെയ്ത് മാറ്റാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കൂടി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഇത് എല്ലാം ഇന്നാണ് കേട്ടോ. അതായത് നമ്മൾ ഇന്നും ഔട്ടും പഠിച്ചിട്ടില്ലേ. അതായത് ആദ്യം നമ്മൾ ഇന്ന് തുറന്നു വരുന്ന സംഭവമാണ് ഇന്ന് എന്ന് പറയുന്നത്. അതുപോലെ അത് ക്ലോസ് ആയി ഉള്ളിലേക്ക് പോകുന്നതിനാണ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഇന്നിൽ തന്നെ ഇത്രയും പ്രീസെറ്റുകൾ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ ആനിമേഷൻ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപാട് പ്രീസെറ്റുകൾ വരുന്നുണ്ട്. ഈ പ്രീസെറ്റുകളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്ത് നോക്കാനും പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഔട്ട് കൊടുത്തു നോക്കാം. അപ്പോൾ ഔട്ട് കൊടുക്കാനായിട്ട് ഞാൻ ആനിമേഷൻ ഔട്ട് എന്ന് പറയുന്ന ഫോൾഡറിൽ വരികയാണ്. അതിനുശേഷം എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒരു ഔട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റെയിനിങ് ക്യാരക്ടേഴ്സ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് ഇതിൽ കൊണ്ടുവരാം. ഓക്കെ, അപ്പം ഞാൻ അതിനെ ഇവിടെ കൊണ്ടിട്ട് അപ്പോൾ ഡ്രോപ്പ് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു രൂപത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് തുടക്കം മുതലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് സ്ലോലി ഇങ്ങനെ റെയിൻ ചെയ്യും പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അതിങ്ങനെ സ്ലോലി താഴേക്ക് ഇങ്ങനെ ഫെയ്ഡ് ഔട്ടായി പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പല എഫക്ട്സ് കാര്യങ്ങൾ ഈ പ്രീസെറ്റുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ എല്ലാ പ്രീസെറ്റുകളും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചേഞ്ച് നോക്കുക. കാരണം ഇവിടെ പാത്സ് വരുന്നുണ്ട്, റൊട്ടേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീസെറ്റുകൾ വരുന്നുണ്ട്, സ്കെയിലുമായി ബന്ധപ്പെട്ടുള്ള പ്രീസെറ്റുകൾ വരുന്നുണ്ട്, ഗ്രാഫിക്കലായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീസെറ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ തരത്തിലുള്ള പ്രീസെറ്റുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ നിങ്ങൾ തീർച്ചയായും യൂസ് ചെയ്ത് നോക്കണം. ഈ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രീസെറ്റുകൾ ഉണ്ടല്ലോ, ഇതെന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. അത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ വേണേൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു ടെക്സ്റ്റ് എഫക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങനെ ഒരു എഫക്റ്റ് കൊണ്ടിട്ടാണ്.
ഓക്കെ, ഈ ഒരു എഫക്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഫില്ലിലും സ്ട്രോക്കിലും വന്ന എഫക്റ്റ് വന്നിട്ടുണ്ട്. കൂടെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫെയ്ഡ് ഔട്ടിൻ്റെ എഫക്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള എഫക്ട്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ.